RRB ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് ഇതുവരെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ പറയും നിങ്ങൾ കാണിക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണെന്നേ. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ആദ്യമേ ഞാൻ വന്ന് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എടാ ഇത്രയും വേക്കൻസിയോട് കൂടി RRB വിളിക്കുന്ന വേറൊരു പരീക്ഷ എന്ന് പറയുന്നത് ഇല്ല. ഇനി മറ്റൊരു കാര്യം പറഞ്ഞു തരട്ടെ. RRB ഗ്രൂപ്പ് ഡി പരീക്ഷ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ RRBയിലേക്കുള്ള റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിലേക്കുള്ള വെറും ഒരു എൻട്രി എക്സാമായി മാത്രം നിങ്ങൾ കരുതിയാൽ മതി. 10ാം ക്ലാസ് ലെവലിൽ വരുന്ന 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മാത്രമുള്ള ഏറ്റവും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് RRBയുടെ ഗ്രൂപ്പ് ഡി പരീക്ഷ എന്ന് പറയുന്നത്. ഇനി ഗ്രൂപ്പ് ഡി പരീക്ഷ ഈസി മാത്രമല്ല, പിന്നെ എന്താണെന്ന് അറിയാമോ? നമുക്ക് പെട്ടെന്ന് തന്നെ പ്രൊമോഷൻ സാധ്യതകളും ഒത്തിരി പ്രൊമോഷൻ സാധ്യതകളും അതോടുകൂടി എന്താണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഹൈ സാലറി വരുന്ന ഒരു ജോബാണ്. ഹൈ സാലറി എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും വെറും ഒരു 18,000 അല്ലെങ്കിൽ 19,000 രൂപയല്ലേ വരുന്നത്, പിന്നെ എന്തിനാണ് ഇതിന് ഇത്രയും ഹൈ സാലറി എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. ബേസിക് പേ എന്ന് പറയുന്നത് മാത്രമാണ് 18,000 എന്ന് പറയുന്നത്. ഏകദേശം നിങ്ങളുടെ കയ്യിൽ ഒരു മാസം ടിഎയും ഡിഎയും എല്ലാം കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന എത്രയാണെന്ന് അറിയാമോ? നമ്മുടെ കേരള PSC എക്സാം വഴി കഷ്ടപ്പെട്ട് എഴുതി കയറുന്ന കേരള PSCയുടെ എന്താണ് കേരള PSCയുടെ LD ക്ലർക്ക് വാങ്ങുന്ന ഒരു മാസത്തെ സാലറിയാണ് ഒരു ഗ്രൂപ്പ് ഡി 10ാം ക്ലാസ് തസ്തിക മാത്രമുള്ള ഒരു ഗ്രൂപ്പ് ഡി ഉദ്യോഗാർത്ഥിക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അത്ര സാലറിയാണ് കേട്ടോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഗ്രൂപ്പ് ഡി എന്ന് പറയുന്ന പോസ്റ്റിന് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് നോക്കണ്ടേ? ഏതൊരു ഗവൺമെന്റ് ജോലി എടുത്താലും നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്താണ്? നമുക്ക് ജോലിക്ക് പദവിയുണ്ടോ, അതിനൊത്ത സാലറി ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കും. ഇത് രണ്ടും നമുക്ക് എവിടെ കിട്ടും? RRBയുടെ ഗ്രൂപ്പ് ഡി പരീക്ഷ കിട്ടും. ഏറ്റവും വലിയ ഇന്ത്യയിലെ ഒരു പൊതുമേഖലാ സ്ഥാപനം എന്ന് പറയുന്നതാണ് നമ്മുടെ RRB റെയിൽവേ എന്ന് പറയുന്നത്. ഈ ഒരു റെയിൽവേയിൽ തന്നെ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് സ്വപ്ന തുല്യമായ ഒരു കാര്യമാണ് അല്ലെ? ഇത്രയും വലിയ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തില്, ഒരു പൊതുമേഖലാ സ്ഥാപനത്തില് നമുക്കൊരു എംപ്ലോയി ആവുക അല്ലെങ്കിൽ അതിന്റെ ഭാഗമാവുക എന്ന് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഭാഗമാവുക എന്ന് തന്നെ പറയുന്നത് വലിയ ഒരു കാര്യമാണ്. അപ്പൊ എന്താണ്? ഒരുപാട് ജോബ് സെക്യൂരിറ്റിയില് വളരെ ജോബ് സെക്യൂർ ആയിട്ടുള്ള ഒരു ജോബാണ് നിങ്ങളുടെ റെയിൽവേയിലെ ഗ്രൂപ്പ് ഡി പോസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? സാധാരണ നമ്മൾ ഈ ചില LIC ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കറിയാം ഏറ്റവും കൂടുതൽ പ്രഷറുള്ള, അതായത് നമുക്ക് എന്താണ് നമുക്ക് ടാർഗറ്റും ഒക്കെ വരുന്ന ഒരു പോസ്റ്റാണ് അങ്ങനത്തെ ഇൻഷുറൻസ് ഫീൽഡ് എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ EPFOയുടെ ആയാലും നിങ്ങൾ LICയുടെ ഒക്കെ ആയാലും എക്സാംസ് അല്ലെങ്കിൽ ബാങ്കിലൊക്കെ നിങ്ങൾ കയറുന്നവരാണെങ്കിൽ എന്ത് ചെയ്യും? ബാങ്കിലൊക്കെ കയറുന്നവരുടെ വർക്ക് പ്രഷർ എന്ന് പറയുന്നത് പറയാൻ പറ്റാത്തതാണ്. അപ്പൊ അത്തരത്തിൽ ഒരു വർക്ക് പ്രഷറും ഇല്ലാത്ത ഇത്രയും സെക്യൂർ ആയിട്ടുള്ള ഒരു ജോലി വേറെ ഒന്നും ഇല്ല. അപ്പൊ എന്താണ് RRB ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് ഒത്തിരി സെക്യൂർ ആയിട്ടുള്ള ഒരു ജോലിയാണ്. ഇനി സാലറിയുടെ കേസ് എടുക്കുമ്പോൾ നമുക്ക് 18,000 രൂപ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 18,000 രൂപയല്ല നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് TA DA പിന്നെ നിങ്ങൾക്ക് എന്താണ് എക്സ്ട്രാ ഷിഫ്റ്റിനുള്ള കാര്യങ്ങൾ ഇതെല്ലാം കൂടെ ചേർന്ന് കിട്ടുന്ന എത്രയെന്ന് അറിയാമോ? ഏകദേശം 32,000 രൂപയോളം വരും. 32,000 33,000 രൂപയോളം വരും. ഇതെന്ന് പറയുന്നത് നമ്മുടെ കേരള PSC എക്സാം വഴി ഒരു LD ക്ലർക്ക് വാങ്ങുന്ന ഒരു സാലറിയാണ്. 32,000 രൂപ എന്ന് പറയുമ്പോൾ 18,000 രൂപയാണ് അല്ലെങ്കിൽ 19,900 ആണ് നിങ്ങളുടെ ബേസിക് പേ ആയിട്ട് കാണിക്കുന്നത്. പക്ഷെ ഇവിടെ എന്തുണ്ട്? DA നിങ്ങൾക്ക് കിട്ടും, ഹൗസ് റെന്റ്, ട്രാൻസ്പോർട്ട് അലവൻസ്, TA ഇതെല്ലാം കൂടെ പോയിട്ട് നിങ്ങളുടെ കയ്യിൽ ഏകദേശം 32,000 രൂപയ്ക്ക് മുകളിലാണ് കിട്ടുന്നത്. പിന്നെ കേന്ദ്ര ഗവൺമെന്റ് ജോലി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ശമ്പള പരിഷ്കരണം ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് എന്ത് ചെയ്യും? എപ്പോഴും ഇൻക്രിമെന്റ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇത്രയും, അതായത് വെറും ഒരു 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മാത്രമുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ച് ഒരു കേന്ദ്ര സർക്കാർ ഗവൺമെന്റ് ജോലിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഒരു ഈസി വേ ആണ് നിങ്ങളുടെ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. ഇത്രയും എളുപ്പമുള്ള വേറൊരു പരീക്ഷയില്ല. സാധാരണ നമ്മുടെ SSC ഒക്കെ എടുക്കുമ്പോൾ ഏറ്റവും എളുപ്പമായിട്ട് വരുന്ന പരീക്ഷയാണ് MTS, GD തുടങ്ങിയത്. അതുപോലെ RRBയുടെ നോക്കുമ്പോഴത്തേനും ഏറ്റവും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയ എക്സാം ആണ് ഗ്രൂപ്പ് ഡി. ഇനി ഒരു കാര്യം പറയട്ടെ, ഒത്തിരി പോസ്റ്റുകളുണ്ട്. 22,000 വേക്കൻസിയാണ് നമ്മുടെ ഗ്രൂപ്പ് ഡിയിൽ വിളിച്ചേക്കുന്നത്. 22,000 മുകളിലുണ്ട് വേക്കൻസി എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് പേര് എക്സാം എഴുതും. അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്നവർ കാണും, ആവറേജ് ആയിട്ട് പഠിച്ച് എഴുതുന്നവർ കാണും. കുറെ പേരൊക്കെ എന്ത് ചെയ്യും? കട്ട് ഓഫ് ഒക്കെ മറികടന്ന് രണ്ടാമത്തെ എക്സാമിന്, അതായത് ഫിസിക്കൽ ടെസ്റ്റിനോട്ട് ക്വാളിഫൈ ചെയ്യും. പക്ഷെ ഫിസിക്കൽ ടെസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല? എല്ലാവർക്കും പറ്റില്ല. അപ്പോൾ ഒരുവിധം നിങ്ങൾക്ക് അത്യാവശ്യം ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ള കുട്ടിയാണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കണ്ട് നോക്കേണ്ടത്, അതായത് മീൻസ് നല്ല രീതിയിൽ ഇരുന്ന് പഠിക്കേണ്ട ഒരു എക്സാം തന്നെയാണ് ഗ്രൂപ്പ് ഡി. പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആവറേജ് കുട്ടിക്ക് പോലും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയ ഒരു എക്സാം ആണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതുവരെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഓടിപ്പോയി ബുക്ക് എടുത്ത് പഠിക്കാനായിട്ട് തുടങ്ങിക്കോ. അത്രയും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയ എക്സാം ആണ്
ജോഗ്രഫി ആയാലും ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും സയൻസ് ആയാലും മാത്സ് ആയാലും എല്ലാം നിങ്ങളുടെ 10ാം ക്ലാസ് ലെവൽ വരെയുള്ള ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കറണ്ട് അഫെയർ മാത്രം നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധ കൊടുത്ത് പഠിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇനി ഇതാ കണ്ടോ, നമ്മുടെ കേരള PSCയിലെ ഒരു LD ക്ലർക്ക് വാങ്ങുന്ന സാലറിയും ഒരു മന്തിൽ വാങ്ങുന്ന സാലറിയും ഒരു RRB ഗ്രൂപ്പ് D ഉദ്യോഗാർത്ഥി വാങ്ങുന്ന സാലറിയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് 33,000 മുതൽ 35,000 രൂപ വരെയാണ് ഒരു LD ക്ലർക്കിന് കിട്ടുന്നത്. ഇനി ഈ LD ക്ലർക്ക് പരീക്ഷ എന്ന് പറയുന്നത് നിസ്സാരക്കാരനാണോ? അല്ല, അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കേണ്ട ഒരു എക്സാം തന്നെയാണ് LD ക്ലർക്ക് എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ കേരള PSCയുടെ എക്സാം ഘടന അനുസരിച്ച് നോട്ടിഫിക്കേഷൻ വന്ന് ഒത്തിരി നാൾ കഴിഞ്ഞായിരിക്കും നമുക്ക് മീൻസ് PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ ഞാൻ തളർത്തുന്നതല്ല, ഞാൻ ആ ഗ്രൂപ്പ് Dയെ വെച്ച് പറയുന്നതാണ്. നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നത് ഏതാണെന്നാണ് പറയുന്നത്. ഇപ്പൊ LD ക്ലർക്കിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക, നിങ്ങൾക്ക് ഒട്ടും നിരാശപ്പെടേണ്ടി വരത്തില്ല. പക്ഷെ ഗ്രൂപ്പ് Dയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും കുറച്ച് കൂടുതൽ എളുപ്പം ഏത് ക്രാക്ക് ചെയ്യാനാണ്? ഗ്രൂപ്പ് D എക്സാം ക്രാക്ക് ചെയ്യാനാണ്. ഫിസിക്കൽ ഉണ്ട്, ശരി തന്നെയാണ്. അത്യാവശ്യം നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ആവറേജ് സ്റ്റുഡൻസിന് പോലും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. പക്ഷേ LD ക്ലർക്ക് അങ്ങനെയാണോ? അല്ല, നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിലൊക്കെ വരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ 33,000 35,000 രൂപയാണ് നമ്മളുടെ ഒരു LD ക്ലർക്ക് ഒരു മാസം വാങ്ങുന്ന സാലറി. അതേ സാലറി തന്നെയാണ് വെറും 10th ക്വാളിഫിക്കേഷൻ വരുന്ന RRBയുടെ ഒരു എൻട്രി പോസ്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ് Dയിലെ ഒരു വ്യക്തി വാങ്ങുന്ന സാലറിയും ഏകദേശം 32,000 33,000 രൂപയാണ്. ഇനി കേരള PSCയുടെ എക്സാം ഘടന അനുസരിച്ച് വളരെ ഈസി ആണ് നമ്മളുടെ ഗ്രൂപ്പ് D പരീക്ഷ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്താണ്, ഇവിടെ എപ്പോഴും എന്തുണ്ടാവും? സാലറി, ശമ്പള പരിഷ്കരണ കമ്മീഷൻ പെട്ടെന്ന് നടപ്പിലാക്കുന്ന സാലറി ഇൻക്രിമെന്റ് എവിടെ ഉണ്ടാവും? നമ്മളുടെ ഗ്രൂപ്പ് D പരീക്ഷയ്ക്കായിരിക്കും കൂടുതലായിട്ട് വരുന്നത്. അതുകൊണ്ട് ഗ്രൂപ്പ് D പരീക്ഷയ്ക്ക് പഠിക്കുന്നവര് നല്ല രീതിയിൽ തന്നെ പഠിക്കുക, മടി പിടിച്ചിരിക്കരുത്. മടി പിടിച്ചിരിക്കുന്നവർ എന്തെന്നേ ഞാൻ പറയത്തുള്ളൂ, മൂഢന്മാരാണ്. കാരണം നിങ്ങൾ നിങ്ങളുടെ ഓരോ അവസരങ്ങളും പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ പഠിക്കുക. നമ്മുടെ കയ്യിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ടാഗ് കിട്ടി എന്നുള്ള സ്വപ്നം കണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഇനി നമുക്ക് സാലറിയും നമ്മുടെ പദവിയും മാത്രം മതിയോ? ബാക്കിയും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ. എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? നമുക്ക് എന്തുണ്ട്? പെൻഷൻ ആൻഡ് ഗ്രാറ്റുവിറ്റി ഉണ്ട്. ഗ്രാറ്റുവിറ്റിയും പെൻഷനും നിങ്ങൾക്ക് കിട്ടും. നല്ലൊരു തുക തന്നെയാണ് നിങ്ങൾ റിട്ടയർ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. പിന്നെ ലീവ് ഉണ്ട്. ഒരു ജോലി നമ്മൾ നോക്കുമ്പോൾ ആദ്യം സാലറി നോക്കും, രണ്ടാമത് ലീവ് നോക്കും. ഏറ്റവും കൂടുതൽ ലീവ് കിട്ടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് റെയിൽവേ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എന്തുണ്ട്, നിങ്ങളുടെ ഈ ലീവ് ഉണ്ട്, ക്യാഷ് ലീവ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത്യാവശ്യം സിക്ക് ലീവ് ഉണ്ട്. അപ്പോൾ ഒത്തിരി ലീവുകൾ നിങ്ങൾക്ക് കിട്ടും. ഒരുപാട് ലീവുകൾ കിട്ടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് RRB എന്ന് പറയുന്നത്. ഇനി മെഡിക്കൽ ഫെസിലിറ്റീസ്, നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും ഹെൽത്ത് ഇൻഷുറൻസ് ആയാലും നല്ല രീതിയിലുള്ള മെഡിക്കൽ ഇൻഷുറൻസും കവറേജും ഒക്കെ കിട്ടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത്. അപ്പൊ അതുകൊണ്ട് അതും നിങ്ങൾക്ക് എന്താണ് ഒരു ബെനിഫിറ്റ്സ് തന്നെയാണ്. ഇനി ട്രാവൽ ബെനിഫിറ്റ്സ്, റെയിൽവേയിൽ ഒരു ഉദ്യോഗസ്ഥനായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും 5 പൈസ പോലും കൊടുക്കാതെ റെയിൽവേയുടെ പാസ് കിട്ടും. എവിടെ വേണമെങ്കിലും, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സഞ്ചരിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്കും, നിങ്ങൾ മാത്രമല്ല, നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്കും, നിങ്ങളുടെ ഭാര്യയ്ക്കും കുട്ടിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ നിങ്ങളോടൊപ്പം റെയിൽവേയിൽ ഫ്രീ ആയിട്ട് എവിടെ വേണമെങ്കിലും പോകാനുള്ള പാസ് ഉണ്ട്. അപ്പൊ ട്രാവൽ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ഒരു ഗ്രൂപ്പ് D പരീക്ഷ എഴുതി കയറുന്ന ഒരു വിദ്യാർത്ഥിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ മുന്നോട്ട് കണ്ടു വേണം പഠിക്കാനായിട്ട്. പ്രിവിലേജ് പാസസ് ഉണ്ട്, റെയിൽവേ ക്വാർട്ടേഴ്സ് ഉണ്ട്. നിങ്ങൾ എന്ന് റിട്ടയർ ആവോ അന്ന് മാത്രം നിങ്ങൾ ക്വാർട്ടേഴ്സ് ഒഴിഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തുണ്ട്, ഈ ഒരു ഗ്രൂപ്പ് D പരീക്ഷ ക്രാക്ക് ചെയ്താൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് നമ്മളുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക എന്നതാണ്. നിസ്സാരക്കാരനല്ല നമ്മളുടെ ഗ്രൂപ്പ് D പരീക്ഷ എന്ന് പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യുക അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ഗവൺമെന്റ് ജോലി കിട്ടുക എന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. ഒത്തിരി കഷ്ടപ്പെടാൻ വയ്യാത്തവരാണെങ്കിൽ നമ്മൾ വിചാരിക്കും എനിക്ക് ഒരുപാടൊന്നും പഠിക്കാൻ വയ്യ, എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് ജോലി കിട്ടണം എന്ന് ചിന്തിക്കുന്നവർക്ക് പറ്റിയ ഒരു ഓപ്ഷനാണ് ഗ്രൂപ്പ് D പരീക്ഷ. നിങ്ങൾ ഇനി അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ഒക്കെ കഴിഞ്ഞു. അപ്ലൈ ചെയ്തവരാണെങ്കിൽ മടി മാറ്റി വെച്ചിട്ട് ഇനി ഒരു 3 മാസം അല്ലെങ്കിൽ 4 മാസം കുത്തിയിരുന്ന് പഠിക്കുക. ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി. ഇനി മുഴുവൻ ദിവസം എടുത്തില്ലെങ്കിലും ദിവസവും ഒരു 3 അല്ലെങ്കിൽ 4 മണിക്കൂറെങ്കിലും കുറഞ്ഞത് നമ്മളുടെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി മാറ്റി പഠിക്കുക. ദിവസവും നിങ്ങൾ വരുന്ന കറണ്ട് അഫയേഴ്സ് ഒന്ന് നോക്കുക. എന്നും മാത്സും ഒന്ന് ചെയ്യാനായിട്ട് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ ചോദിക്കുകയുള്ളൂ. മാത്സ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മണിക്കൂർ, മാത്സിന് വേണ്ടി ഒരു മണിക്കൂർ, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടൈം ടേബിൾ കൊടുത്ത് ഇന്ന് തൊട്ടെങ്കിലും പഠിക്കാനായിട്ട് തുടങ്ങുക. കാരണം നമുക്ക് ഇത്രയേറെ ബെനിഫിറ്റ്സ് കിട്ടുന്ന വേറൊരു എക്സാം ഇല്ല. കാരണം
എന്താ 10ാം ലെവൽ, അതായത് 10th ലെവലാ വെറും ക്വാളിഫിക്കേഷൻ വരുന്നത്. 10th ലെവൽ ക്വാളിഫിക്കേഷനാണ് വരുന്നത്. ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് ചോദിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഹൈ സാലറി ഉണ്ട്. നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? അത് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് അതോറിറ്റിയാണ്, എന്താ പറയുന്നത്, നമ്മുടെ റെയിൽവേ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേറെ ബെനിഫിറ്റ്സ്, മെഡിക്കൽ ആയാലും നിങ്ങൾക്ക് പെൻഷന്റെ ഒരു ഇതായാലും ലീവ് ആയാലും എല്ലാം കൊണ്ടും പറ്റിയ ഒരു ജോബാണ് റെയിൽവേയുടെ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. അതുകൊണ്ട് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. ഇനി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ടുള്ളവരാണ്, കാരണം നമ്മളൊക്കെ വിചാരിക്കും ഈ പരീക്ഷ എളുപ്പമല്ലേ, എനിക്ക് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്കൊരു മെന്റർഷിപ്പിന്റെ ആവശ്യമുണ്ട് എങ്കിൽ, അല്ല ഒറ്റയ്ക്ക് പഠിക്കുന്നവർ നിങ്ങൾ അങ്ങനെ പഠിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യരുത്, അവസാനം പരീക്ഷയ്ക്ക് പോയിരിക്കുമ്പോൾ ഞാൻ എന്തൊക്കെയോ കാര്യങ്ങൾ പഠിച്ചു, പക്ഷെ എനിക്കിതൊന്നും പരീക്ഷയിൽ എഴുതാൻ പറ്റിയില്ല എന്ന് ചിന്തിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സിലബസ് മനസ്സിലാക്കി. എന്താണ് നമ്മളുടെ RRB ഗ്രൂപ്പ് ഡിയുടെ സിലബസ് എന്നൊക്കെ നമ്മളുടെ ചാനലിൽ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട്. ആ സിലബസ് മനസ്സിലാക്കി നിങ്ങൾ പഠിച്ചാൽ മതി. ഏതിന് ഇമ്പോർട്ടൻസ് കൊടുത്തു പഠിക്കണം എന്നൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കുക, നമ്മളുടെ ചാനലിൽ അത് അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സപ്പോർട്ട് വേണമെങ്കിൽ, അതായത് SSC നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ SSC RRB ചാനൽ ഒന്ന് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഡെമോ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. എന്ത് ചെയ്യുക, നമ്മുടെ അഗ്നി ബാച്ച് ഇപ്പോൾ ഗ്രൂപ്പ് ഡിയുടെ മാത്രം അഗ്നി ബാച്ച് വന്നിട്ടുണ്ട്. ഈ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളതാണെങ്കിൽ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമായ PDF നോട്ടുകൾ, പ്രിന്റഡ് ആയിട്ടുള്ള PDF നോട്ടുകൾ എഴുതി നിങ്ങൾ നോട്ട് എടുത്ത് സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ എഴുതിയ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് PDF നോട്ടുകൾ വേണമെങ്കിൽ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തേക്കാം. ആ ലിങ്കിനകത്ത് ഞങ്ങളുടെ എല്ലാ ലൈവ് ക്ലാസ്സിന്റെയും അല്ലെങ്കിൽ ഞങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന കറണ്ട് അഫയേഴ്സിന്റെയും അല്ലെങ്കിൽ മറ്റ് ക്ലാസ്സുകളുടെയും ഒക്കെ ഫ്രീ നോട്ട്സുകൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് കിട്ടും. അപ്പോൾ ആ നോട്ട്സുകളെങ്കിലും നിങ്ങളൊന്ന് കളക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. വെറുതെ ഇരിക്കരുത്. മാക്സിമം ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ വർക്കൗട്ട് ചെയ്താൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. ഒരു 75+ ആണ് കേട്ടോ നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ സേഫ് സ്കോർ എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നവരാണ്. അപ്പം നിങ്ങളും എന്ത് ചെയ്യുക, ഒരുവിധം ആവറേജ് ആയിട്ടുള്ള ഒരാളും നിങ്ങളും പഠിക്കുക. കാരണം നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ചിലപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ടാവണമെന്നില്ല. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ട്, നിങ്ങൾക്ക് ഓടാനൊക്കെ ഉള്ള നല്ല കഴിവുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ആവറേജ് ഒരു കുട്ടി പഠിക്കുന്ന ഒരു 3-4 മണിക്കൂറെങ്കിലും പഠിക്കുക. നല്ല രീതിയിൽ മാർക്ക് വാങ്ങാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ആവുന്ന ഒരു പോസ്റ്റാണ് കേട്ടോ RRBയുടെ ഗ്രൂപ്പ് ഡി പരീക്ഷ എന്ന് പറയുന്നത്. ഈസി ആയിട്ടുള്ള ഒരു പരീക്ഷയായിരിക്കും. അതുകൊണ്ട് ടെൻഷൻ ഒന്നും വേണ്ടത്, കൂളായിട്ട് തന്നെ പഠിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ബാച്ച് ചേരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പം എല്ലാവരും ഇന്ന് വരെ മടി മാറ്റി വെച്ചിട്ട് ഇനി തൊട്ട് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ.